നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടല്ലൂർ കൂട്ടക്കടവ് റെഗുലേറ്റർ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. മഴക്കാലം എത്തും മുന്നേ നിർമ്മാണ ജോലികൾ ഭൂരിഭാഗവും പൂർത്തീകരിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. തടയണയുടെ ഷട്ടർ, മോട്ടോർ എന്നിവ സ്ഥാപിക്കൽ, നടപ്പാത, വാച്ച്റൂം നിർമ്മാണം തുടങ്ങിയ മെക്കാനിക്കൽ ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഗുജറാത്ത് ആസ്ഥാനമായ സ്വകാര്യ കമ്പനിക്കാണ് ഇതിന്റെ ചുമതല. 35 കോടി ചെലവിൽ റീബിൽഡ് കേരള പദ്ധതിയിലാണ് കൂടല്ലൂർ കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ പണികൾ പുനരാരംഭിച്ചത്. സിവിൽ ജോലികൾ ഇതിനകം 97% പൂർത്തിയായി കഴിഞ്ഞു. മെക്കാനിക്കൽ ജോലികളുടെ റിവേഴ്സ് എസ്റ്റിമേറ്റിന് അംഗീകാരം ലഭിക്കുന്നതിലുള്ള കാലതാമസമാണ് നിർമ്മാണം വൈകാൻ കാരണമായി പറയുന്നത്. മെക്കാനിക്കൽ ജോലികൾ പൂർത്തിയായാൽ മാത്രമേ റെഗുലേറ്ററിന്റെ ബാക്കി വരുന്ന സിവിൽ ജോലികൾ ആരംഭിക്കാനാകൂ. 13 തൂണുകളാണ് റെഗുലേറ്ററിനുള്ളത്. പുഴയ്ക്കിരുവശത്തുമുള്ള റെഗുലേറ്ററിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണം, കൈവരി നിർമ്മാണം എന്നിവയെല്ലാം ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ആനക്കര, പട്ടിത്തറ, പരുതൂർ, ഇരുമ്പിളിയം പഞ്ചായത്തുകൾക്ക് ഗുണകരമാകുന്നതാണ് കൂട്ടക്കടവ് റെഗുലേറ്റർ. ഈ പദ്ധതിയെ ആശ്രയിച്ച് വിവിധ പഞ്ചായത്തുകളിൽ ശുദ്ധജല ജലസേചന പദ്ധതികളുടെ പണികളും അവസാന ഘട്ടത്തിലാണ്. 2015 ആരംഭിച്ച് 2018 പ്രളയവും മറ്റും കാരണം നിർമ്മാണം നിലച്ച പദ്ധതി രൂപകൽപ്പനയിലെ ചില മാറ്റങ്ങളോടെ കഴിഞ്ഞ വർഷമാണ് വീണ്ടും നിർമ്മാണം തുടങ്ങിയത്. പട്ടാമ്പി നഗരസഭയിൽ കുടിവെള്ള വിതരണം മുടങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉടൻ പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായി നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി പറഞ്ഞു. ടൗണിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതായും ടി.പി. ഷാജി പറഞ്ഞു. കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ടൗണിലെ കുടിവെള്ള പ്രശ്നങ്ങൾ ചെയർമാന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് വരെ പൈപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് പമ്പ് ഹൗസിലേക്ക് പൈപ്പ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി 3 ഭാഗങ്ങളിലായി വാട്ടർ അതോറിറ്റിയുടെ കരാറുകാർ വന്ന ശേഷം കുഴി കുഴിച്ച് പൈപ്പ് എവിടെയാണ് പൈപ്പിന്റെ ആഴം പരിശോധിക്കുന്നതിനാണ് ഇതുപോലെ കീറിയത് എന്നാണ് നമ്മൾ അറിയിച്ചത്. അങ്ങനെ 3 പ്രദേശത്തായി അവരിതുപോലുള്ള കുഴികൾ എടുത്ത കാരണം കഴിഞ്ഞ 6 ദിവസമായി പട്ടാമ്പി നഗരത്തിൽ കുടിവെള്ള വിതരണം പരിപൂർണമായി മുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അടിയന്തരമായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് പൈപ്പിടൽ നടപടി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്ന് പല തവണകളായി നഗരസഭ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇന്ന് നഗരസഭയിലെ കൗൺസിലർമാരും നഗരസഭ വിനീതനായ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ഇന്ന് ഈ പ്രസ്തുത സ്ഥലം സന്ദർശിച്ച് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് അടിയന്തരമായൊരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത് കേരള വാട്ടർ അതോറിറ്റിയാണോ സർക്കാരാണെങ്കിലും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളത് വലിയ നഗരസഭയുടെ ഉത്തരവാദിത്തമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് നഗരസഭയുടെ ഉത്തരവാദിത്തമാണ്. ഈ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് നഗരസഭയല്ല കരാർ നൽകിയിട്ടുള്ളത്, വാട്ടർ അതോറിറ്റിയാണ്. ഇത് സർക്കാരിനെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ പരസ്പരം പഴി ചാരുന്നില്ല, മറിച്ച് എത്രയും പെട്ടെന്ന് ഈ പ്രവർത്തനം പൂർത്തീകരിക്കും. പട്ടാമ്പി തൃത്താല പാതയിൽ ഞാങ്ങാട്ടിരിയിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ യാത്രക്കാരെ ഇറക്കി കോട്ടക്കലിലേക്ക് പോകുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർ കോട്ടക്കൽ സ്വദേശി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൂറ്റനാട് നിന്ന് തൃത്താല വഴി പോകേണ്ട ഓട്ടോറിക്ഷ വഴിതെറ്റി പട്ടാമ്പി റോഡിലൂടെ പോകുമ്പോൾ ഞാങ്ങാട്ടിരിയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. വിളയൂർ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമ പരിഹാരം ലക്ഷ്യമിട്ട് 18 പൊതുകിണറുകൾ നവീകരിക്കുന്നു. നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിണറുകളുടെ നവീകരണം നടപ്പാക്കുന്നത്. കുടിവെള്ളക്ഷാമ പരിഹാരം ലക്ഷ്യമിട്ടാണ് വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ 18 പൊതുകിണറുകൾ നവീകരിക്കുന്നത്. നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. വിളയൂർ പഞ്ചായത്തിലെ 4ാം വാർഡിൽ ഉൾപ്പെടുന്ന കണ്ടേങ്കാവിലെ പൊതുകിണറിന്റെ നവീകരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 18 കിണറുകളാണ് നവീകരിക്കുക. 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുക. മണ്ണെടുക്കൽ, ആഴംകൂട്ടൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും നവീകരണത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട്. തൂതപ്പുഴയോട് ചേർന്നുള്ള വെളിയൂർ പഞ്ചായത്തിൽ വേനൽ തുടങ്ങുമ്പോൾ തന്നെ കുടിവെള്ള പ്രശ്നവും തുടങ്ങുകയാണ്. ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പൊതുകിണറുകളുടെ നവീകരണം നടപ്പാക്കുന്നത്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ പൊതുകിണറുകളാണ് ആദ്യഘട്ടത്തിൽ നവീകരിക്കുന്നത്. വേനൽക്കാലത്ത് മാത്രമല്ല വർഷക്കാലത്തും ആവശ്യമുള്ളവർക്ക് കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പൊതുകിണറുകളുടെ നവീകരണം പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത്.
ഒരു മാസത്തിനകം തന്നെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ പറഞ്ഞു. വേനൽ രൂക്ഷമായതോടെ തൂതപ്പുഴയിലെ തോണിക്കടവിലെ ജലലഭ്യതയും കുറഞ്ഞു വരികയാണ്. ഈ സാഹചര്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടാണ് പൊതുകിണറുകൾ കൂടി നവീകരിക്കുന്ന പദ്ധതിയുമായി പഞ്ചായത്ത് രംഗത്തെത്തിയിട്ടുള്ളത്. കൂറ്റനാട് പടിഞ്ഞാറങ്ങാടി റോഡിലെ മലറോഡ് പ്രദേശത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ജാഗ്രതാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. മലറോഡ് പരിസരത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ 5 അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. റോഡ് ആധുനിക രീതിയിൽ നവീകരിച്ചതോടെ വാഹനങ്ങളുടെ അമിതവേഗതയും അശ്രദ്ധയുമാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മലറോഡ് കേന്ദ്രീകരിച്ചുണ്ടായ അപകടങ്ങൾ നാട്ടുകാരെയും യാത്രക്കാരെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. മാർച്ച് 29-ന് മലറോഡിൽ 2 ബൈക്കുകൾ നേർക്കുനേർ കൂട്ടിയിടിച്ച് 2 പേർക്കാണ് പരിക്കേറ്റത്. 2 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ 2-ന് അർദ്ധരാത്രി 12ഓടെ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഇലക്ട്രിക് പോസ്റ്റുകൾ ഇടിച്ചു തകർക്കുകയും ചെയ്തു. വലിയൊരു ദുരന്തമാണ് അന്ന് തലനാരിഴയ്ക്ക് ഒഴിവായത്. ടിപ്പർ അപകടം നടന്ന് അരമണിക്കൂറിനകം തന്നെ കാവശ്ശേരി പൂരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നവർ സഞ്ചരിച്ച കാർ ഈ ഭാഗത്തെ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടത്തിൽപ്പെട്ടു. ഏപ്രിൽ 8-ന് മലറോഡ് സെന്ററിൽ കാറിന് പിറകിൽ ബൈക്കിടിച്ച് ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആളുകൾക്ക് നിസ്സാര പരിക്കേൽക്കുന്ന ചെറിയ അപകടങ്ങൾ പതിവാവുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡ് ആധുനിക നിലവാരത്തിൽ നവീകരിച്ചതോടെ വാഹനങ്ങൾ അമിതവേഗതയിലാണ് പാതയിലൂടെ കടന്നുപോകുന്നത്. മലറോഡ് മുതൽ പടിഞ്ഞാറങ്ങാടി വരെയുള്ള ഭാഗത്ത് നിരവധി വളവുകളും തിരിവുകളുമുണ്ട്. പലപ്പോഴും ഈ വളവുകളിൽ വേഗത നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. രാത്രികാലങ്ങളിൽ വെളിച്ചക്കുറവും അമിതവേഗതയും അപകടങ്ങളുടെ ആക്കം കൂട്ടുന്നു. അപകടങ്ങൾ പതിവായ കേന്ദ്രങ്ങളിൽ കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകളോ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളോ നിലവിലില്ല. അപകടമേഖല, വേഗത കുറയ്ക്കുക തുടങ്ങിയ അറിയിപ്പ് ബോർഡുകൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾക്കിടയിൽ ശക്തമാണ്. പ്രധാന ജംഗ്ഷനുകളിലും വളവുകളിലും റിഫ്ലക്ടറുകളും സൈൻ ബോർഡുകളും സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. റോഡിന്റെ നവീകരണം യാത്ര സുഗമമാക്കിയെങ്കിലും അത് മരണക്കിണിയായി മാറുന്നത് തടയാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പോലീസ് പരിശോധനകൾ കർശനമാക്കണമെന്നും അപകടങ്ങൾ തുടർക്കഥയാകുന്ന മലറോഡ് പരിസരത്ത് ശാസ്ത്രീയമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും ആവശ്യം ശക്തമാവുകയാണ്. വിളയൂർ എടപ്പലം PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിൽ അവധിക്കാല കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എടപ്പലം PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവധിക്കാല കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. ജില്ലാ ഗെയിംസ് അക്കാദമിയുടെ കീഴിലാണ് കോച്ചിംഗ് ക്യാമ്പ് നൽകുന്നത്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായാണ് പരിശീലനം. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ഗുലാം മുഹമ്മദ് മുസ്തഫ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖ്, പ്രധാനാധ്യാപകൻ C മുഹമ്മദ്, വാർഡ് മെമ്പർ അമൃത, PTA വൈസ് പ്രസിഡന്റ് നാസർ, NCC ഓഫീസർ ക്യാപ്റ്റൻ ഭഗവാൻ ദാസ്, മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി VP ഹമീദ്, നൂറുദ്ദീൻ, മുഹമ്മദ് സാബിർ തുടങ്ങിയവരും പങ്കെടുത്തു. ഫുട്ബോൾ, വോളിബോൾ, ആർച്ചറി, ഗോഗോ, ടെന്നിക്കോയ്റ്റ്, ഷട്ടിൽ തുടങ്ങിയവയിലാണ് പരിശീലനം നൽകുന്നത്. ജില്ലാ ഗെയിംസ് അക്കാദമി സെക്രട്ടറി ശിവഷൺമുഖൻ, സംസ്ഥാന അമ്പെയ്ത്ത് കോച്ച് ഗോകുൽ, നൂറുദ്ദീൻ എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. ഓങ്ങല്ലൂർ പേരോക്കര പുത്തൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വിഷുവേല ആഘോഷിച്ചു. കഥകളിയും ഉണ്ടായിരുന്നു. പേരോക്കര പുത്തൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വിഷുവേലാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ഗുരുതി, ചാന്താട്ടം, ദാരികാവതം പാട്ട്, എഴുന്നള്ളിപ്പും നടന്നു. കൊടക്കല്ലിങ്ങൽ മുരുകൻ കോവിലിൽ നിന്നുമായിരുന്നു കരിന്നു നാരായണ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോട് കൂടിയുള്ള ബല എഴുന്നള്ളിപ്പ് നടന്നത്.
തുടർന്ന് പ്രമുഖ കലാകാരന്മാർ പങ്കെടുത്ത സന്താനഗോപാലം കഥകളിയും അരങ്ങേറി. രാത്രി 16 താരങ്ങളോട് കൂടിയുള്ള എഴുന്നള്ളിപ്പും നടന്നു. അപ്രിയ ആത്മജനല്ല തന്നീല ബാലി ആത്മജ അല്ല അഹം ഭക്തവത്സലം ദൈത്യവൈരീ ഭക്തവത്സലം ദൈത്യവൈരീ ഭക്തവത്സലം ദൈത്യവൈരീ ഭക്തവത്സലം ദൈത്യവൈരീ. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.